ഈശോയിൽ സ്നേഹമുള്ളവരെ, സീറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തില് ഇന്ന് കൈത്തക്കാലം, ഫലാഗമകാലം ആരംഭിക്കുക. അപ്പസ്തോലന്മാരുടെ വചനപ്രഘോഷണം വഴി ദൈവവചനം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ എത്തുകയും വളരെ സമർത്ഥമായ ഫലം പുറപ്പെടുവിക്കുകയും ചെയ്തത് നമ്മൾ ഓർക്കുകയാണ്. ഇന്നും ഈ ഫലം നൽകാൻ, ദൈവവചനം എല്ലായിടത്തും പ്രഘോഷിക്കാൻ നമുക്ക് കടമയുണ്ട് എന്നുള്ള ആ ഒരു വലിയ സത്യമാണെന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുക. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ഇന്ന് വായിക്കുക. ഇവിടെ അപ്പസ്തോലന്മാരുടെ തിരഞ്ഞെടുപ്പും അവരുടെ ദൗത്യവുമാണ് നമ്മൾ മനസ്സിൽ കൊണ്ടുവരുന്നത്. 3 ചിന്തകൾ ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നു. ഒന്നാമത്തെ ചിന്ത, ഈശോ തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാരുടെ പ്രത്യേകതകളാണ്. 12 പേര്, അവരിൽ സമ്പന്നരോ കുലീനരോ വലിയ വംശത്തിൽ ജനിച്ചവരോ വിജ്ഞാനികളോ ആരുമില്ല. പൗലോസ്ലീഹ കൊറിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 1-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ: നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെപ്പറ്റി തന്നെ ചിന്തിക്കുവിൻ. ലൗകിക മാനദണ്ഡം അനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല, ശക്തരും കുലീനരും അധികമില്ല. ഇത് ഒരു വലിയ സത്യമാണ്. കർത്താവ് നമ്മുടെ മികവും കഴിവും പ്രാഗൽഭ്യവും നോക്കിയല്ല നമ്മെ വിളിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. God does not call the qualified. God qualifies the called. ഈ വാക്കുകൾ എപ്പോഴും നമ്മൾ ഓർക്കും നല്ലതാണ്. ഏറ്റവും പ്രാഗൽഭ്യമുള്ളവരെയല്ല ദൈവം വിളിക്കുന്നത്, എന്നാൽ താൻ വിളിക്കുന്നവർക്ക് ദൈവം പ്രാഗൽഭ്യം, കഴിവും മികവും ഒക്കെ നൽകുന്നു എന്നാണ് ഈ വാക്കുകളുടെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ നിയോഗിക്കുന്ന ആ കാര്യങ്ങളെക്കുറിച്ച്, ദൗത്യങ്ങളെക്കുറിച്ച് നമുക്ക് ഓർക്കാം. നമ്മുടെ പ്രത്യേകമായ മിടുക്കൊണ്ടൊന്നുമല്ല ദൈവം നമ്മളെ പ്രത്യേകമായിട്ട് ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ കയ്യിൽ വെറും ഉപകരണങ്ങളായി മാത്രം നിന്നുകൊടുത്താൽ മതി. അവിടുന്ന് കൃപകൾ വർഷിക്കും. പക്ഷേ അവിടുന്ന് കൃപകൾ വർഷിക്കുമ്പോൾ ഓരോ ദിവസവും അതിനോട് ഏറ്റവും ക്രിയാത്മകമായ രീതിയിൽ, ഉത്തരവാദിത്വപൂർണമായ രീതിയിൽ പ്രതികരിക്കാനും നാം തന്നെ കൃപയിൽ വളരാനും പരിശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ള വലിയ സത്യം കർത്താവ് ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ 12 അപ്പസ്തോലന്മാരുടെ ആ വൈജാദ്യം, ഇന്ന് നമ്മളിലൊക്കെ ഈ വ്യത്യാസങ്ങളുണ്ട്, വൈജാദ്യങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം ദൈവം പ്രത്യേകമായ വിധത്തിൽ പല രീതിയിൽ, പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ ദൈവം തിരഞ്ഞെടുക്കുന്നു. ദൈവം തന്റെ ദൗത്യം, തന്റെ ഇഷ്ടം നിറവേറ്റാൻ നമ്മെ നിയോഗിക്കുന്നു. അതിൽ ഞാൻ എന്നുള്ള ഭാവം, അത് തീർച്ചയായിട്ടും നമ്മൾ കൈവെടിയേണ്ടതുണ്ട്. ഞാൻ എന്നുള്ള ആ പ്ലാനല്ല, ദൈവത്തിന്റെ പദ്ധതിയാണ് ഓരോ ദിവസവും നമ്മിലൂടെ നിറവേറ്റേണ്ടത്. അത് ഇടവകയിലായാലും കുടുംബത്തിലായാലും നാം ആയിരിക്കുന്ന ഏത് സാഹചര്യത്തിലായാലും ദൈവം നമ്മെ പ്രത്യേകിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന ജോലി നാം പൂർത്തിയാക്കേണ്ടത് എന്തെങ്കിലും നമ്മുടെ സ്വാർത്ഥ വ്യക്തി താല്പര്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കരുത്. ദൈവത്തിന്റെ മഹത്വത്തിനും ദൈവത്തിന്റെ ഇഷ്ടത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടാകണമെന്ന് ഇന്നത്തെ ഈ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുകയാണ്. രണ്ടാമത് നമ്മൾ ചിന്തിക്കുക അപ്പസ്തോലന്മാരുടെ ദൗത്യത്തെക്കുറിച്ചാണ്. ഗുരുവിന്റെ മുഖത്തുനിന്ന് പഠിക്കുന്നവനാണ് ശിഷ്യൻ, ആത്മാർത്ഥമായ ഗുരുവിനെ പിൻചെല്ലുന്നവൻ. എന്നാൽ ശിഷ്യൻ അപ്പസ്തോലനായി മാറും. അപ്പസ്തോലൻ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, ദ വൺ ഹൂ ഈസ് സെന്റ് ഔട്ട്, അയക്കപ്പെടുന്നവനാണ്, പ്രത്യേക ദൗത്യത്തോടെ അയക്കപ്പെടുന്നവനാണ്. ഈശോ അപ്പസ്തോലന്മാരെ അയക്കുക രോഗികളെ സുഖപ്പെടുത്താൻ, പിശാചിനെ ബഹിഷ്കരിക്കാൻ, അതുപോലെ ദൈവവചനം പ്രസംഗിക്കാൻ. ഈ 3 ദൗത്യങ്ങളാണ് പ്രധാനമായിട്ടും ഈശോ അപ്പസ്തോലന്മാർക്ക് നൽകുന്നത്. അവർ വിശ്വസ്തയോടെ ഈ ദൗത്യങ്ങൾ പൂർത്തിയാക്കുകയാണ് അപ്പസ്തോലന്മാർ. നമുക്കും ഇതേ ദൗത്യം കർത്താവ് നൽകുകയാണ്. ഈശോയെ കേന്ദ്രീകരിച്ച് നമ്മൾ ജീവിക്കണം. ഈശോ ദൗത്യവുമായിട്ട് നമ്മൾ അയക്കും. ഈ ദൗത്യം
നമ്മൾ ഇത് വൈദിക സമർപ്പിത ലോകത്തിന് മാത്രമല്ല, എല്ലാവർക്കും ഈ അജപാലക ദൗത്യമുണ്ട്. സൗഖ്യത്തിൻ്റെ ദൗത്യം, സൗഖ്യം നൽകാനുള്ള ദൗത്യം, പിശാചിൻ്റെ സ്വാധീനം മനസ്സിലാക്കി അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ, അതിനെതിരായി നിലകൊള്ളാനുള്ള ദൗത്യം, ദൈവവചനം നമ്മുടെ അധരം കൊണ്ടും സർവോപരി ജീവിതം കൊണ്ടും പ്രസംഗിക്കാനുള്ള ദൗത്യം, ഇതൊക്കെ നമ്മുടെ തന്നെ ദൗത്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ പ്രവർത്തനങ്ങൾ വഴി യേശുവിലേക്കുള്ളൊരു പാലം, ബ്രിഡ്ജ് ടു ജീസസ്, വി ബിക്കം ബ്രിഡ്ജ് ടു ജീസസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ, എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. യേശുവിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരാൻ, എൻ്റെ ജീവിതം വഴി പ്രവർത്തനം വഴി കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ ഞാൻ ഈ അപ്പസ്തോലിക ദൗത്യത്തിൽ ആത്മാർത്ഥമായിട്ട് പങ്കുചേരുന്നു എന്ന് പ്രത്യേകമായിട്ട് പറയാം. മൂന്നാം നമ്മൾ ചിന്തിക്കുക, സുവിശേഷത്തിൽ പറയുന്ന 11ഉം 12ഉം വാക്യങ്ങളിൽ പറയുന്ന 3 വാക്കുകളാണ്. അന്വേഷിക്കുക, യോഗ്യതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുക, അവനോടുകൂടി താമസിക്കുക, ആ ഭവനത്തിന് സമാധാനം ആശംസിക്കുക. ഈ 3 കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇന്ന് നമുക്കറിയാം, മനുഷ്യന്റെ ഇന്റലിജൻസ് മാത്രമല്ല, ഐക്യു മാത്രമല്ല പ്രധാനം, ഇമോഷണൽ ഇന്റലിജൻസ് കൂടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ മെൻസ് സാന ഇൻ കോർപ്പറേ സാനം എന്ന് വെച്ച് കഴിഞ്ഞാല് ആരോഗ്യമുള്ള മനസ്സ്, ആരോഗ്യമുള്ള ശരീരം, ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാകും. അപ്പോൾ ഇന്ന് മാനസിക ആരോഗ്യം, ഒപ്പം തന്നെ ഇമോഷണൽ ഇന്റലിജൻസ് ഏറ്റവും ആവശ്യമാണ്. വൈകാരിക പക്വതയോടെ, സമചിത്തതയോടെ മറ്റുള്ളവരോട് നമുക്ക് ഇടപെടാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇന്ന് കുടുംബസമാധാനമൊക്കെ ചിലപ്പോഴൊക്കെ തകർന്ന് അല്ലെങ്കിൽ ഇല്ലാതാകുന്ന സാഹചര്യത്തില് നമുക്ക് ഈ ദൗത്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ആ ഇമോഷണൽ ക്വോഷ്യന്റ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരോട് സമചിത്തതയോടെ, സഹവർത്തിത്വ മനോഭാവത്തോടെ പെരുമാറാൻ നമുക്ക് സാധിക്കണം. ഒപ്പം തന്നെ ഇങ്ങനെ കുടുംബത്തിലും ഇടവകയിലൊക്കെ ഇങ്ങനെ വേദന അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. അവരന്വേഷിക്കണം, അവരുടെ കൂടെ ആയിരിക്കണം. നമ്മുടെ സാന്നിധ്യം അവർക്ക് വലിയ ശക്തിയാണ്. ഒപ്പം തന്നെ അവിടെ സമാധാനം നമുക്ക് ആശംസിക്കാൻ സാധിക്കും. ഈ സമാധാനം എന്ന് പറയുന്നത് നമുക്കറിയാം, ഹോളിനെസ് ഈസ് ഹോളിനെസ് എന്ന് പറയാറുണ്ട്. ആ ഒരു പൂർണ്ണത എല്ലാ തരത്തിലും, ആത്മീയമായും മാനസികമായും ശാരീരികമായും ഒക്കെയുള്ള, അല്ലെങ്കിൽ വൈകാരികമായും ഒക്കെയുള്ള ഒരു പൂർണ്ണത ഉണ്ടാകുമ്പോഴാണ് ഹോളിനെസ്സിലേക്ക് മനുഷ്യനെടുക്കാൻ പറ്റുള്ളൂ. ഈ കാര്യങ്ങൾ കൂടി നമ്മൾ നമ്മുടെ ഇടവക ജീവിതത്തിലെ, കുടുംബജീവിതത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കണം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അപ്പോസ്തലന്മാരെ പോലെ ദൈവവചനം പ്രഖ്യാപിക്കാൻ, നമ്മുടെ ജീവിതം കൊണ്ട് ഉദ്ഘോഷിക്കാൻ, നമ്മുടെ മികവല്ല ദൈവത്തിന്റെ കഴിവാണ് പ്രധാനം എന്ന് മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് നമ്മളെ ഏൽപ്പിക്കുന്ന ജോലികൾ ഏറ്റവും വിശ്വസ്തയോടെ ചെയ്യാൻ, അതോടുകൂടി തന്നെ നമ്മുടെ ഇടവകയിലും നമ്മുടെ കുടുംബത്തിലും ഈ വൈകാരിക, മാനസിക, ആധ്യാത്മിക പൂർണ്ണത, ശാരീരിക, ഭൗതിക പൂർണ്ണതയ്ക്കൊക്കെ നമ്മൾ പരിശ്രമിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹോൾനെസ്സിന് വേണ്ടി പരിശ്രമിക്കാനും നമുക്ക് കടമയുണ്ട് എന്ന് പ്രത്യേകമായിട്ട് ഓർക്കാം. മനസ്സിലാക്കി ജീവിക്കുവാനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.